തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് നിർവഹിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഓണക്കിറ്റ് വിതരണം, ധനസഹായം ഉൾപ്പെടെ നിരവധി ജനകീയ പ്രവർത്തനങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കിയതായി മേയർ പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയുടെ ഓണാഘോഷം കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടതായും BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ ആദ്യ ഓണം ആഘോഷം ഗംഭീരമാക്കാൻ സാധിച്ചതായും മേയർ പറഞ്ഞു. ഓണാഘോഷം ലോകം മുഴുവനും ശ്രദ്ധിക്കുകയാണ്. കോർപ്പറേഷനിലെ ഓണാഘോഷത്തിൽ അത് ഒറ്റക്കെട്ടായി ഒരു സംവിധാനം മുഴുവനും മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് മേയർ എന്നുള്ള നിലയ്ക്ക്, ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന അംഗീകാരമൊക്കെ തന്നെ ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാരും രാത്രിയും പകലും, കഴിഞ്ഞ ദിവസം അജയഘോഷൊക്കെ തന്നെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ തന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നടന്ന് ഗിരിയോടും സജിയോടും ഒക്കെ ഒപ്പം നിന്ന് അവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ പക്കയായിട്ട് പൂർത്തിയാക്കിയത് കൊണ്ടാണ് അവിടെ വളരെ മനോഹരമായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെ പ്രധാന ഘടകം ടൂറിസമാണ്. തീർച്ചയായിട്ടും അത്രയും നല്ലൊരു ഓണാഘോഷം നമ്മുടെ ജീവനക്കാർ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ളത്, ഓണാഘോഷിക്കാൻ പ്രിപ്പയർ ആയിട്ടുള്ള ഒരു സ്ഥാപനം എടുത്താൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരാണെന്ന് ലോകം ചർച്ച ചെയ്യുന്ന ദിവസങ്ങളാണ്. അതാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്നാണ് മേയർ എന്നുള്ളതിലേക്ക് കാണുന്നത്.